ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവാൻ തങ്ങൾ പൂർണ്ണമായി പിന്തുണ നൽകുമെന്ന് ചൈന. ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫലസ്തീനെ പരാമർശിച്ചുകൊണ്ട് ഇത്തരമൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഫലസ്തീനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയിട്ട് 75 വർഷത്തിലധികമായി 1948 ഇസ്രായേൽ സ്വതന്ത്രമായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. 1960 അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നു. അതിനിടയിലുള്ള പല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ മരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഫലസ്തീന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത്തരം സംഘർഷം മുറ്റിയിരിക്കുന്ന ഒരു പ്രദേശവുമായിട്ട് പോലും ചൈന ഈ ഇത്തരം വിഷയങ്ങൾ ഇടപെടാറില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ വലിയ അകൽച്ച മുസ്ലിം മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ഈ ചൈനയുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഒരു താല്പര്യം ഒരു കാലത്തും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഈ മേഖല കീഴടക്കാനോ അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറയാനോ സാധിക്കാറുമില്ല. ഇപ്പോഴുള്ള ഒക്ടോബർ 7 2023 യുദ്ധത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഹമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നിലനിൽപ്പുകളും അവരുടെ താല്പര്യങ്ങളും ഏറെക്കുറെ സംരക്ഷിക്കുന്ന തരത്തിൽ അവർ നിലപാടുകൾ മാറ്റുകയും കഠിനമുള്ള ആളുകളൊക്കെ അയവ് വരുത്തുകയും ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കാത്തവരൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സമ്പത്തിന്റെ 30% അറബ് ഈ ഗൾഫ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സൗദി അറേബ്യയും കുവൈത്തും ഖത്തറും ബഹ്റൈനും തുടങ്ങിയിരിക്കുന്ന UAE അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണ സമ്പത്തിനെയും പെട്രോളിയത്തെയും ആശ്രയിച്ചുകൊണ്ടാണ് കൂടുതലും ഈ സാമ്പത്തിക മേഖലയിലുള്ള മുന്നേറ്റങ്ങളെ കണക്കാക്കുന്നത്. അന്താരാഷ്ട്ര മേഖലയിലും അന്താരാഷ്ട്ര മാർക്കറ്റിലും ഒക്കെ ഡോളറിന്റെ മൂല്യയിടിവും ഡോളറിന്റെ മൂല്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടുത്തെ ഗൾഫ് മേഖലയുടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതിലേക്ക് അടുത്ത് നിൽക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ചൈന നടത്തിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ റഷ്യ നടത്തിയിട്ടുണ്ട്. പക്ഷേ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ പതിറ്റാണ്ടുകളായി ബന്ധം അമേരിക്കയുമായിട്ടാണ്. അവർ കരാർ വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. അവരെ ഇറക്കുമതിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവരിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുന്നത്, നിലപാടിൽ നിന്ന് അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നത് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ചാണ്. അവിടെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഇറാഖ് കുവൈറ്റിനെ പിടിച്ചടക്കിയിട്ട് പിന്നീടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി UN സഭ തീരുമാനിക്കുന്നു, കണ്ടെത്താൻ സാധിക്കുന്നില്ല, അവർ ഒളിപ്പിച്ചു വെച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ ഇടയിലാണ് പിന്നീട് യുദ്ധപ്രഖ്യാപനം ജൂനിയർ ജോർജ് ബുഷ് പ്രഖ്യാപിക്കുന്നത്. സദ്ദാം ഹുസൈനും 2 മക്കളും രാജ്യം വിട്ടു പോകണം എന്നും പറഞ്ഞായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ബസറ എന്ന് പറയുന്ന നഗരം അമേരിക്ക കീഴടക്കുന്നു. അതോടുകൂടി വലിയ ആധിപത്യം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മേലെ അമേരിക്കക്കുണ്ടാവുന്നു. ഇവിടെ ഒരു വിഷയം വരുന്നത് മെസോപ്പൊട്ടോമിയൻ നാഗരികത സംസ്കാരവുമായി ബന്ധപ്പെട്ട് ബാഗ്ദാദ് എന്ന് പറയുന്ന നഗരത്തെ അമേരിക്ക വെടിവെച്ചാൽ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് അത് വല്ലാത്ത രീതിയിൽ മുറിവേൽക്കുന്നത് അറബികളെയായിരുന്നു. അറേബ്യൻ സംസ്കാരവും മാനവ സംസ്കാരവും മുസ്ലിം സംസ്കാരത്തിന്റെയും ഈറ്റില്യമായിട്ടാണ് ബാഗ്ദാദിലെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അമേരിക്ക പോലുള്ളൊരു രാജ്യം, മുസ്ലിം രാജ്യമായിരിക്കുന്ന, എല്ലാ കാലത്തും മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാഖിൽ കടന്നു കയറിയിട്ടുള്ള ഈ കയ്യേറ്റം അവസാനിപ്പിക്കണമെന്നും ആ യുദ്ധം ഒഴിവാക്കണമെന്നും സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സൗഹൃദ രാജ്യം എന്ന നിലക്ക് തീർച്ചയായിട്ടും ഈ അറബ് രാജ്യങ്ങളുടെ നിലപാട് സ്വീകരിക്കും എന്ന് അറബ് രാജ്യങ്ങൾ കണക്കുകൂട്ടി ചെയ്തു. എന്നാൽ അമേരിക്ക പറഞ്ഞു തങ്ങളുടെ കൃത്യമായിരിക്കുന്ന താല്പര്യങ്ങൾ അവിടെ ആധിപത്യമുണ്ടാക്കിയിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭരണ സംവിധാനത്തെ വരുത്തുക എന്നുള്ളതാണ്, സദ്ദാം ഹുസൈനെ പിടികൂടുക എന്നുള്ളതാണ്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ സമയത്താണ് ഈ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് ഒരു കാലത്തും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അറബികൾ ആദ്യമായ രീതിയിൽ അമേരിക്കയുമായിട്ട് മാനസികമായിട്ട് അകലുന്ന ആ വിഷയത്തോടനുബന്ധിച്ചാണ്. അവർ കൃത്യമായ രീതിയിൽ അത് പറയുകയും ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാത്തൊരു രാജ്യമായിട്ടാണ് അമേരിക്ക തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള വലിയ സൗഹൃദത്തിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല എന്ന തരത്തിൽ അവരത് പറഞ്ഞു വെക്കുകയും ചെയ്തു.
പിന്നീട് മുന്നോട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള അമേരിക്കയും അറബ് രാജ്യങ്ങളുടെ ബന്ധം വല്ലാത്തൊരിത് വലച്ചിലായിരുന്നു. ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണം വിഡ്രോ ചെയ്യുന്ന പ്രവൃത്തി അറബ് രാജ്യത്തിലെ ഭരണാധികാരികളും പൗരന്മാരും തുടങ്ങി. അത് അമേരിക്ക തടയപ്പെട്ടു. അങ്ങനെ വീണ്ടും പ്രതിസന്ധിയായി. തങ്ങൾക്ക് ലോക ബാങ്കിൽ വിശ്വാസമില്ല എന്ന് തുറന്നു പറഞ്ഞു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി. അങ്ങനെ പോകുന്ന ആ വിഷയങ്ങളൊക്കെ പിന്നീടുള്ള ഓരോരോ ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെയാണ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയില്ല. മാത്രവുമല്ല, ഈ നിങ്ങൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഊത്തികളെയും പിന്തുണയ്ക്കില്ല. ഞങ്ങളുടെ താല്പര്യങ്ങൾ ഫലസ്തീനോടൊപ്പമാണ്, ദ്വരാഷ്ട്ര സംവിധാനമാണ് എന്ന കാര്യത്തിൽ ആ കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു വരുന്നു. എന്നാൽ അത് അമേരിക്ക അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. റിയാദിൽ വെച്ച് കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായി 50-ലധികം അറബ് മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുത്ത ആ മീറ്റിംഗിൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം, ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഒരു നിലപാട് പറഞ്ഞു. അവർ പറഞ്ഞത് ചൈനയെ ഞങ്ങളുടെ രാജ്യത്തേക്ക് സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും അവർക്ക് സൈനിക താവളങ്ങൾ നൽകാൻ ഭൂമി വിട്ടുകൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അത് വലിയ രീതിയിലൊരു പ്രഖ്യാപനമായിരുന്നു. അറബ് ദേശത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടിപ്പോയിരിക്കുന്ന പ്രസ്താവന ഒരിക്കലും അങ്ങനെ മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അറബ് രാജ്യത്തേക്ക് ഔദ്യോഗികപരമായി കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈന ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്തായിട്ടാണ് അതിനെ പിന്നീട് ചരിത്രകാരന്മാർ കണ്ടത്. അങ്ങനെ തന്നെ അത് അതിന്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഈ യമൻ എന്ന് പറയുന്ന, ഒമാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ അമേരിക്കയായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ്. സൗദി അറേബ്യ അങ്ങനെയാണ്, ഖത്തർ അങ്ങനെയാണ്, ഒമാൻ അങ്ങനെയാണ്, കുവൈറ്റ് അങ്ങനെയാണ്, UAE അങ്ങനെയാണ്. സർവ്വ രാജ്യങ്ങളും അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ ശത്രു രാജ്യത്ത് നിൽക്കുന്ന കാലാകാലം അത് ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും ചൈനയുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ അമേരിക്കക്കെതിരെ പറയുന്ന ആ രാജ്യവുമായി അറബ് രാജ്യങ്ങൾ സൗഹൃദത്തിലെത്തി എന്ന് പറയുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. പക്ഷെ നിലപാടുകൾ അങ്ങനെ തന്നെയായി. അങ്ങനെ പതുക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കുന്ന ചൈനയെ അറേബ്യൻ മേഖലയിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങളും മാറി. ആ രാജ്യങ്ങൾ മാറിയത് കൊണ്ട് വലിയ ഗുണവും അറബ് രാജ്യങ്ങൾക്കുണ്ടായി. കാര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അമേരിക്കയുടെ വിടുവായുത്തം പറഞ്ഞുകൊണ്ട് അത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തങ്ങൾക്ക് തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ തുറന്നു പറയാൻ സാധിക്കുമെന്നും എന്തെങ്കിലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈന തങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്തുമെന്നുള്ള ഒരു വിശ്വാസം അറബ് രാജ്യങ്ങൾക്കുണ്ടായി. അതിന്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ചൈന നടത്തുന്നു. ചൈന പറയുന്ന കാര്യം ഇതാണ്: ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം, ഞങ്ങൾ അതിന് പിന്തുണ നൽകും. അവരും എല്ലാ രാജ്യത്തിലെ പൗരന്മാരെ തന്നെ ജീവിക്കാൻ അവകാശപ്പെട്ടവരും അധികാരപ്പെട്ടവരുമാണ്. നമ്മൾ എന്തിനവരെ മാറ്റി നിർത്തണം? ഒരുപാട് വിശദീകരിച്ചു കൊണ്ടാണ് ഫലസ്തീന് പിന്തുണയുമായിട്ട് ചൈന വരുന്നത്. ഈ വിഷയം പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന കാര്യം ദ്വരാഷ്ട്ര സംവിധാനത്തിലൂടെ പ്രശ്നങ്ങൾ തീർക്കണം. വെടിനിർത്തലിലും അത് അവസാനിപ്പിക്കല്ല വേണ്ടത്, രാഷ്ട്രപ്രഖ്യാപനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈന ഇത്തരമൊരു നിലപാട് ഫലസ്തീൻ വിഷയത്തിൽ പറയുന്നത് ആദ്യമായിട്ടാണ്. ഇവർ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഇതിനു മുൻപേ ചൈന നടത്തിയിരുന്നു. ഹമാസിന്റെ ആളുകൾക്ക് അവർ സ്വീകരണം നൽകിയ ഒരു സംഭവം. ഹമാസിന്റെ ആളുകൾ ഇവിടെ പോയി ചൈനയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായി. ബീജിംഗിൽ സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഔദ്യോഗികപരമായ പ്രതികൾ തന്നെ എത്തി. ഈ ചൈനയുടെ പ്രസിഡന്റ് അവരെ സ്വീകരിക്കപ്പെട്ടു. അവർ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി. ഹമാസിന്റെ നേതാവിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ സഹിക്കാൻ പറ്റാത്തതാണ്. ഭീകര തീവ്രവാദ ലിസ്റ്റിലാണ് ഹമാസിന്റെ വിഭാഗം ഉള്ളത് എന്ന് പല ഘട്ടങ്ങളിൽ അമേരിക്ക പറയുന്നതാണ്. അമേരിക്ക അല്ല, ഇസ്രായേൽ പറയുന്നതാണ്. അത് UN സഭ ശരിവെച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ രണ്ടഭിപ്രായങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ ഇവരെ വലിയ രീതിയിൽ സ്വീകരിച്ചത് അവർക്ക് ഉചിതമായില്ല. അവർ വലിയ രീതിയിൽ പ്രതിഷേധം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് അകലുന്നു എന്നുള്ളതും ചൈനയുമായിട്ട് അടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ പറയുന്നത്. ഫലസ്തീന്റെ നിലപാടുകൾ ഉറക്കെ ചൈന പറയുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയുമുള്ള ഒരു പ്രഖ്യാപനമായിട്ട് തന്നെയാണ് ലോകരാഷ്ട്രീയം ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.